Hello everyone, welcome back. So കഴിഞ്ഞ കുർത്ത സെറ്റ് ഹോളിന് ഭയങ്കര നല്ല റെസ്പോൺസ് ആയതുകൊണ്ട് ഇത്തവണ ഐ എം ബാക്ക് വിത്ത് അനദർ കുർത്ത സെറ്റ് ഹോൾ എഗെയിൻ ഓഫീസ് വെയർ പുറത്ത് ജസ്റ്റ് കാഷ്വൽ വെയർ അങ്ങനത്തെ ടൈപ്പാണ്. അപ്പോൾ ഓൾ പ്രൊഡക്റ്റ് ലിങ്ക്സ് ആർ ഇൻ ദി ഡിസ്ക്രിപ്ഷൻ ബോക്സ്. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. ഫസ്റ്റ് വൺ ഇസ് ദിസ്. എനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടമായത് കൊണ്ട് തന്നെയാണ് ഞാൻ പിക്ക് ചെയ്തത്. ബട്ട് ഇതിൻ്റെ ബ്ലൂ കളറും അവൈലബിൾ ആണ്. ഭയങ്കര പ്രിറ്റിയാണ് കേട്ടോ ഡിസൈൻ കാണാനായിട്ട്. നെക്കിൽ ഒരു ചെറിയൊരു മിറർ വർക്ക് പോലെയുണ്ട്, സ്ലീവ്സിൻ്റെ സൈഡിലും അതുപോലെയുണ്ട്. ആൻഡ് ഈ വൈറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി പെയിൻ്റ് അല്ല പ്രോപ്പർ പ്രിൻ്റാണ്. അപ്പം വാഷ് ചെയ്താൽ കളർ ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. ഞാൻ യൂഷ്വലി എക്സൽ സൈസ് ഇടുന്ന ആളാണ്. ഇന്നും ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് മോസ്റ്റ്ലി എക്സൽ സൈസാണ്. ആൻഡ് ഇറ്റ്സ് ഓൾ ഗുഡ്. പാൻറ് ആണെങ്കിലും ഒരു ഇലാസ്റ്റിക് വേസ്റ്റ് വരുന്ന ഒരു പ്രോപ്പർ ഗുഡ് ഫിറ്റിംഗ് പാൻറ്റാണ്. ഇറ്റ്സ് എ വെരി ഗുഡ് ഔട്ട്ഫിറ്റ്. ഒരു ഓഫീസിലൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റിയ ഒരു ഡ്രസ്സാണ്. ആൻഡ് ബ്ലൂ കളർ ഇസ് ഓൾസോ ഈക്വലി പ്രിറ്റി. അത്യാവശ്യം ലെങ്ത് ഉള്ള ദുപ്പട്ടയുമാണ്, വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. രണ്ടാമത്തെ ദിസ് റെഡ് കുർത്ത സെറ്റ്. ഇതും സെയിം ബ്രാൻഡ് തന്നെയാണ്. ഇത് കുറച്ചും കൂടി ഒരു ക്യൂട്ട് ലുക്കിംഗ് അനാർക്കലി പോലെയാണ്. ടോപ്പും പാൻറ്റും ഒരേ പ്രിൻ്റാണ്. ഒരു നമ്മൾ ഈ കുർത്ത സെറ്റിലെ കോട്ട് സെറ്റ് പറയില്ലേ, അതുപോലെയാണ്. ദുപ്പട്ട കോട്ടണിൽ വന്നിട്ട് ശരിക്കും ഈ റെഡ് കളർ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ദിസ് ഇസ് ലൈക്ക് ഒരു ക്ലാസിക് ഡിസൈനാണ്. ഭയങ്കര വെറൈറ്റി എന്ന് പറയാൻ പറ്റില്ല, ബട്ട് യു കെ നോട്ട് ഗോ റോങ് വിത്ത് ദിസ്. ഇട്ട് കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. റെഡ് കളർ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ദിസ് ഇസ് എ വെരി ഗുഡ് ഓപ്ഷൻ. ആൻഡ് ദുപ്പട്ടയാണെങ്കിൽ അത്യാവശ്യം ലെങ്ത് ഉണ്ട്. ഫ്രീ ഫ്ലോയിങ് ആയിട്ട് വേണമെങ്കിൽ ഇടാം, ബട്ട് ഐ തിങ്ക് കഴുത്തിന് ചുറ്റി ഇടുന്നത് ലുക്ക് ഗുഡ് എന്ന് എനിക്ക് തോന്നി. ബട്ട് ഇനി ദുപ്പട്ട നല്ലൊരു ക്ലാസ് ലുക്കാണ് കേട്ടോ. അതിൽ പ്രിൻറ്റും താഴത്തെ വൈറ്റ് ബോർഡറും ഒക്കെ കൂടെ ആയിട്ട് അറ്റത്ത് കുഞ്ചലം കിട്ടിയ പോലത്തെ ഒരു ഇതൊക്കെ ഉണ്ട്. സോ നല്ലൊരു ക്ലാസി ലുക്കാണ് മൊത്തത്തിലുള്ളത്. ആൻഡ് മൈ ഹൈറ്റ് റെഫറൻസ് ഇസ് 5'8", സോ യു വിൽ അണ്ടർസ്റ്റാൻഡ്. കുർത്തയും ഒരു ലെഗിങ്സ് മാത്രമായിട്ട് ഇട്ടാലും ഇറ്റ് വിൽ ബി പ്രിറ്റി. പിന്നെ ഞാൻ പിക്ക് ചെയ്തത് ഈ ബ്ലാക്ക് കുർത്ത സെറ്റാണ്. ഇതിന് ദുപ്പട്ടയില്ല, ടോപ്പും ബോട്ടവും മാത്രം. ഇതിൻ്റെ നെക്കും സ്ലീവുമാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, ഇപ്പോൾ ജനറലി നിങ്ങൾ എക്സൽ ആണ്, പക്ഷേ കൈക്ക് ഇച്ചിരി തടി ഉണ്ടെങ്കിൽ മേ ബി 2XL എടുക്കുക. ഇതിൻ്റെ കൈ കുറച്ച് ഫിറ്റിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഡിഫിക്കൾട്ടെന്ന് ഞാൻ പറയില്ല, ബട്ട് കൈയുടെ സൈസ് അത്യാവശ്യം കൈക്ക് തടി ഉണ്ടെങ്കിൽ മേ ബി ഒരു സൈസ് അപ്പർ എടുക്കുക. അപ്പം വേണമെങ്കിൽ നമുക്ക് ഒന്ന് ഓൾട്ടർ ചെയ്തെടുക്കാമല്ലോ ബോഡി. പക്ഷേ നല്ല രസം കേട്ടോ കാണാനായിട്ട്. ഇത് ഇട്ടപ്പോഴത്തേക്കും കണ്ടപ്പോൾ തന്നെ എനിക്കും തോന്നി ഞാനൊന്ന് വലിഞ്ഞോ എന്നൊരു ഫീലിംഗ് ആയിരുന്നു. നല്ല ലെങ്ത്തും ഉണ്ട്, നല്ല ഫിറ്റിങ്ങുമാണ്. റയോൺ മെറ്റീരിയൽ, വെരി കംഫർട്ടബിൾ. എൻ്റെ ഒരു റെഗുലർ വെയർ ആയിട്ട് മാറി. പിന്നെ ഞാൻ പിക്ക് ചെയ്ത ഈ ഒരു ഡിസൈൻ ഇത് ഒരുപാട് പേര് കണ്ടിട്ടുണ്ടായിരിക്കും. ഇതിൻ്റെ പല കളേഴ്സ്, എസ്പെഷ്യലി ബ്ലൂ, ഗ്രീൻ, ഓറഞ്ച് ഒക്കെ അവൈലബിൾ ആണ്. ഇത് കുർത്ത പാൻറ്റും ടോപ്പുമാണ്. ഈ വൈറ്റ് എന്ന് പറയുന്നത് എംബ്രോയ്ഡറി പോലെയാണ് നെക്കിൽ, ബാക്കിയെല്ലാം വൈറ്റ് പ്രിൻ്റാണ്. കൈ ആണെങ്കിലും സ്ലീവ് ഒരു പ്രത്യേക ഭംഗിയാണ് കാണാനായിട്ട്. ഇറ്റ്സ് എ വെരി ക്യൂട്ട് ഡിസൈൻ ആൻഡ് ഇടാൻ നല്ല കംഫർട്ടബിളാണ്. യെല്ലോ കളർ ഇസ് മൈ ഫേവറേറ്റ്. ആൻഡ് ഈ ഒരു ഡിസൈൻ ആണെങ്കിൽ തന്നെ കുർത്തയും പാൻറ്റുമാണ്, പക്ഷേ ഒരു ടിപ്പിക്കൽ ലുക്കല്ല. അത്യാവശ്യം ലെങ്ത്തും ഉണ്ട്. ഒരു ഓഫീസ് ഗോയിങ് ആയിട്ടൊരു ബാഗൊക്കെ വെച്ചിട്ട് നോക്കിയപ്പോൾ എനിക്കത് കൊള്ളാം, രസമുണ്ടെന്ന് തോന്നി. ഫിറ്റിംഗ് ആണെങ്കിലും മെറ്റീരിയൽ ആണെങ്കിലും ഒരു റയോൺ കോട്ടൺ ബ്ലെൻഡ് മെറ്റീരിയലാണ്. റയോൺ ആണ് പ്രൈമർലി. അപ്പോൾ അത്യാവശ്യം നല്ല കംഫർട്ടബിൾ മെറ്റീരിയലാണ്. അത്ര ട്രാൻസ്പെറൻ്റ് അല്ല. പിന്നെ യെല്ലോ അറിയാമല്ലോ, പൊതുവേ കുറച്ച് ട്രാൻസ്പെറൻ്റ് ആണ്. ബട്ട് ബ്ലാക്ക് ഓർ സ്കിൻ കളർ ഇന്നേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ ദാറ്റ് ഇസ് കംപ്ലീറ്റ്ലി ഫൈൻ. സോ ദിസ് ഇസ് എ ഗുഡ് വൺ. പിന്നെ ഞാൻ പിക്ക് ചെയ്തത് ഈ കുർത്ത സെറ്റാണ്. ഇതിൻ്റെ ഡിസ്പ്ലേ പിക്ചറിൽ നെക്ക് കുറച്ചും കൂടി ഡീപ്പായിട്ടാണ് കണ്ടത്. പക്ഷേ ഇതിൻ്റെ നെക്ക് ആക്ച്വലി അത്ര ഡീപ്പല്ല. അതൊരു പ്രശ്നമായിട്ട് ഞാൻ പറയുകയല്ല, ബട്ട് എനിക്ക് കുറച്ച് കൂടെ ഇറങ്ങിയ അങ്ങനത്തെ ഒരു നെക്ക് ലൈനാണ് ഞാൻ മനസ്സിൽ കണ്ടിരുന്നത്. പക്ഷേ ഇത് കുറച്ച് കയറിയ നെക്ക് ലൈനാണ്. ബട്ട് ഇതിൻ്റെ പ്രിൻ്റ് നല്ല ഭംഗിയാണ്. ഈ ടോപ്പിൻ്റെ കളറിൽ നിന്ന് ഫ്ലവേഴ്സിൻ്റെ നല്ലൊരു കോൺട്രാസ്റ്റ് ഉണ്ട്. സോ ഈ ഒരു കളർ ഇസ് എ ബിറ്റ് യൂണീക്ക്. ഇതൊരു ടിപ്പിക്കൽ ഗ്രീൻ കളർ അല്ലല്ലോ. ആ കളറിൻ്റെ ഒരു ചാം അതിന് നല്ല രീതിയിലുണ്ട്. ആൻഡ് ഫിറ്റിംഗ് ഇസ് ഓക്കെ. റെഗുലർ എക്സൽ സൈസാണ് ഞാൻ എടുത്തത്. ടോപ്പ് സ്ലൈറ്റ്ലി ലൂസ് ഫിറ്റിംഗ് എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു സൈഡ് ലൂസ് പോലെ. പക്ഷേ അനാർക്കലിയാണ്, അപ്പം നമുക്ക് സൈഡ് അടിക്കുക അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇല്ല. മേ ബി അങ്ങനെ ഫ്രീ ഫ്ലോയിങ് ആയിട്ട് ഇടാമെങ്കിൽ ദാറ്റ് ഇസ് സ്റ്റിൽ ഫൈൻ. എന്തായാലും ഫോട്ടോയിൽ കണ്ടതുപോലെ അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ട് വന്നില്ല എന്ന് എനിക്ക് ഈ ഒരു സൽവാർ സെറ്റ് മാത്രമാണ് തോന്നിയത്. ബട്ട് ഫോട്ടോ ഇല്ലാതെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ദിസ് ഇസ് എ ഗുഡ് വൺ. കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മാത്രമേ വിഷമം തോന്നത്തുള്ളൂ, ബട്ട് അതർവൈസ് ഇറ്റ്സ് നൈസ്. പിന്നെ ഞാൻ പിക്ക് ചെയ്ത് ഈ ബ്ലാക്ക് കുർത്ത സെറ്റാണ്. ഇത് എനിക്ക് ആ ഫ്ലോറൽ പ്രിൻ്റ് ഇഷ്ടപ്പെട്ടു. ബോട്ടത്തിലാണെങ്കിൽ ഫ്ലോറൽ പ്രിൻ്റ് അല്ല, ബോട്ടവും ദുപ്പട്ടയും ഒരേ പ്രിൻറ്റും, ടോപ്പ് ഫുൾ ഒരു ഫ്ലോറൽ പ്രിൻറ്റുമാണ് വരുന്നത്. ഇത് ജസ്റ്റ് ലെഗിങ്സിൻ്റെ കൂടെ ഇട്ടാലും ഓക്കെയാണ്. അതല്ല ഇങ്ങനെ ഒരു കുർത്ത സെറ്റായിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം. നല്ല വൈബ്രൻറ്റ് കളറാണ്. ഒരു തവണ ഹാൻഡ് വാഷ് ചെയ്ത് നോക്കുക, എന്നതിന് ശേഷം മാത്രം മെഷീനിലൊക്കെ ഇടുക. കളർ ബ്ലീഡിങ് ഇല്ലായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ബട്ട് എപ്പോഴും ഇങ്ങനെ വാങ്ങുന്ന ഡ്രസ്സുകൾ ഒരു വട്ടമെങ്കിലും വാഷ് ചെയ്ത് നോക്കുക. ചെറിയതായിട്ടൊന്ന് ചുരുങ്ങി എന്ന് പറയാമെന്ന് അറിയില്ല, ചെറുതായിട്ടൊന്ന് ശൃംഗമായിട്ടുണ്ട് ഒരൊറ്റ വാഷിൽ. വലിയ ഡിഫറൻസ് ഇല്ല. റെഗുലർ എക്സലാണ്, ഞാനിപ്പോഴും ഇത് തന്നെ ഇടുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ബട്ട് എവിടെയും എനിക്കിങ്ങനെ ഫീൽ ചെയ്തു. ബട്ട് ക്വാളിറ്റിയിലൊന്നും കുഴപ്പമൊന്നും വന്നിട്ടില്ല. ആൻഡ് കോട്ടൺ മെറ്റീരിയൽ ചിലപ്പോൾ ശൃംഗ് ആകുമല്ലോ, സോ അതിൽ പ്രശ്നമൊന്നുമില്ല. ഇറ്റ്സ് എ ഗുഡ് ക്വാളിറ്റി മെറ്റീരിയൽ ആൻഡ് ലുക്സ് വെരി വൈബ്രൻറ്റ് ഓൾസോ. ആൻഡ് ബ്ലാക്ക് ഇസ് വെരി ക്ലാസിക്.
അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേയ്സ് വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കുർത്ത സെറ്റ്സിൻ്റെ എല്ലാ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഇതുപോലെ കുറേ കുർത്ത സെറ്റ് ഫാഷൻ ബ്യൂട്ടി കണ്ടൻറ് ഹോൾസ് ഒക്കെ അവൈലബിൾ ആണ്. അത് പ്ലേലിസ്റ്റുകൾ കൊടുക്കാം, അത് നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കണ്ടുമുട്ടാം. ആൻഡ് യു ക്യാൻ ഓൾസോ ഫോളോ മീ ഓൺ ഇൻസ്റ്റാഗ്രാം വെയർ ഐ പോസ്റ്റ് മിനി റീൽസ് ആസ് വെൽ. സോ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. സോ ദാറ്റ്സ് ഇറ്റ്. ടേക്ക് കെയർ. ബൈ.